കേരളത്തിലെ പല വീടുകളിലും ഇപ്പോൾ വൃദ്ധ മാതാപിതാക്കൾ തനിച്ചാണ് താമസിക്കുന്നത്. പങ്കാളിയില്ലെങ്കിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട ജീവിതം. പിന്നെ വീട്ടുജോലിക്കാരാണ് ആകെയുള്ള ആശ്രയം. എന്നാൽ യാതൊരു മുൻപരിചയവുമില്ലാത്ത വീട്ടുജോലിക്കാരെ എങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയും? ആലപ്പുഴ മാമ്പുഴക്കരിയിൽ വീട്ടമ്മയെ കെട്ടിയിട്ട് സ്വർണവും പണവും കവർന്ന സംഭവത്തെക്കുറിച്ച് അറിയണം. മാമ്പുഴക്കരി സ്വദേശിനി കൃഷ്ണമ്മയെ കെട്ടിയിട്ട് 3.5 പവൻ സ്വർണം, 36,000 രൂപ, ATM കാർഡ് എന്നിവ മോഷ്ടിച്ചു. വീട്ടിൽ സഹായത്തിന് നിന്നിരുന്ന തിരുവനന്തപുരം സ്വദേശിനിയായ യുവതിയെ കാണാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ യുവതി ഉൾപ്പെടെ 4 അംഗ സംഘത്തെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. കൃഷ്ണമ്മയുടെ വീടിനുള്ളിൽ പ്രവേശിച്ച 4 അംഗ സംഘം ഇവരെ കെട്ടിയിട്ട ശേഷം 2 വളകളും കമ്മലും ഉൾപ്പെടെ 3.5 പവൻ കവർന്നു. ഈ സമയം വീട്ടിൽ തനിക്കൊപ്പം ഹോം നഴ്സായ പ്രസീതയും ഉണ്ടായിരുന്നതായി കൃഷ്ണമ്മ പോലീസിന് മൊഴി നൽകി. തന്നെ മുറിയിൽ കെട്ടിയിട്ട് സ്വർണം കവർന്ന ശേഷം പ്രസീതയും സംഘം ഉപദ്രവിച്ചതായി ഇവർ രാമങ്കരി പോലീസിനോട് പറഞ്ഞു. അത്താഴം ഉണ്ണാറില്ല. ഞാൻ നേരത്തെ ഒരു 10:30 ആയപ്പോൾ കയറി കിടന്നു. അവൾ കിടക്കുമ്പോഴത്തേക്ക് ഈ സുഹൃത്തിൻ്റെ വീടുണ്ട്, അപ്പുറത്ത് അവൾ കിടക്കാം. ഞാൻ അവളെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞ കലയെന്ന് അവളുടെ പേര്. ഞാൻ പറഞ്ഞ് കിടന്നുറങ്ങും, ഞാൻ കിടക്കാൻ പോകുന്നില്ല. നേരത്തെ ഞാൻ കയറി കിടന്നു കഴിഞ്ഞു. ഞാനങ്ങ് ഉറങ്ങിപ്പോയി. 2 മണിയായപ്പോഴത്തേക്ക് ഒരു 3-4 പേര് അകത്തോട്ട് കയറി. ഒരാളെന്നെ ഞാൻ ആരോടാന്ന് ചോദിക്കുകയല്ലേ ഒറ്റയാടി. അടിയോടുകൂടി എൻ്റെ ബോധം പോയി. ഞാൻ വീണ്ടും കട്ടോട്ട് കിടന്നു. അപ്പോൾ തന്നെ അവർ തോർത്ത് കൊണ്ട് എൻ്റെ കാലും കെട്ടി, എൻ്റെ കൈയും കെട്ടി ഇങ്ങനെ പിടിച്ചിരിക്കുക. ശബ്ദം പോലും വെക്കാൻ പാടില്ല. കാരണം രാത്രി പാലൊക്കെ കിടക്കുന്നുണ്ട്, ആരും തുറക്കത്തുമില്ല, വരത്തുമില്ല. അതേസമയം സംഭവത്തിന് പിന്നാലെ ഹോം നേഴ്സിനെ കാണാതായി എന്നത് മോഷണത്തിൽ ഇവർക്ക് പങ്കുണ്ടോ എന്ന സംശയത്തിൽ എത്തി നിൽക്കുന്നു. പ്രസീതയുടെ ബാലരാമപുരത്തെ വീട് കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മോഷ്ടാക്കളിൽ 4 പേരും പുരുഷന്മാരായിരുന്നുവെന്നാണ് കൃഷ്ണമ്മ പോലീസിനോട് ആവർത്തിക്കുന്നത്. എന്നാൽ ഇതും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. വാതിൽ തകർത്തല്ല മോഷ്ടാക്കൾ അകത്ത് കയറിയതെന്നത് വീടിനുള്ളിലെ ആരുടെയോ സഹായം മോഷ്ടാക്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയത്തിലേക്കാണ് അന്വേഷണ സംഘത്തെ എത്തിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ രാമങ്കരി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. സ്വർണം കൂടാതെ 36,000 രൂപയും വീട്ടിൽ നിന്ന് കളവ് പോയിട്ടുണ്ട്. 2 മക്കളുണ്ടെങ്കിലും കൃഷ്ണമ്മ ഒറ്റയ്ക്കാണ് മാമ്പുഴക്കരിയിലെ വീട്ടിൽ താമസിക്കുന്നത്. മോഷണത്തിനിടയിൽ ഇവർക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 ആലപ്പുഴ.